ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കുറച്ച് വില്ലകളാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് തേവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. തേവയ്ക്കൽ ജംഗ്ഷനിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് വെറും 400-450 മീറ്റർ മാത്രം മാറിയുള്ള ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന വില്ലകളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരമൊക്കെ ഒന്ന് പറയാം. അപ്പോഴേക്ക് നിങ്ങൾ വീടിന്റെ എലിവേഷൻ കാര്യങ്ങൾ എല്ലാം കണ്ടോളൂ. നമുക്ക് ഇവിടെ നിന്ന് നിയറസ്റ്റ് ബസ് റൂട്ടിലേക്ക് നോക്കുവാണെങ്കിൽ വെറും 450 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്ക് നമുക്ക് ഇവിടെ നിന്നും വളരെ അടുത്താണ്. 7 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. എയർപോർട്ട് സൈഡിലേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് 20 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ എളുപ്പത്തിൽ എത്താവുന്നതാണ്. അതുപോലെ ഇടപ്പള്ളി ഭാഗങ്ങൾ ലുലു മാൾ അവിടേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 8 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. പാലാരിവട്ടം സൈഡിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് 11 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ എളുപ്പത്തിൽ എത്താവുന്നതാണ്. ഇതൊരു വില്ല പ്രൊജക്റ്റ് ആണ്. പല ബഡ്ജറ്റിലും പല ലാൻഡ് അളവുകളിലുമുള്ള വില്ലകളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വില്ലകളിലേക്കുള്ള വഴി നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച് നല്ല ഭംഗിയുള്ള വഴികളാണ് ഈ കാണുന്ന വില്ലകളിലേക്കെല്ലാം വരുന്നത്. ഏകദേശം 10ഓളം വില്ലകളാണ് ഇവിടെ അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്നത്. അതിനകത്ത് ഒരു വില്ല നമുക്ക് എല്ലാ വർക്കുകളും കഴിഞ്ഞ് സെയിലായതാണ്. ബാക്കിയുള്ള 2-3 വില്ലകൾ നമുക്കിപ്പോൾ ഏകദേശം ഫൈനൽ ഫിനിഷിംഗ് ആയിട്ട് വരികയാണ്. തേവയ്ക്കൽ നിങ്ങൾക്കറിയാം കുറച്ച് ഡിമാൻഡുള്ള ഏരിയയാണ്. പെട്ടെന്ന് വീടുകൾ സെയിലായി പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു നിയർലി കംപ്ലീഷൻ സ്റ്റേജിൽ തന്നെ വന്ന് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ്. ഇതിനകത്തുള്ള പല ലാൻഡ് അളവുകൾ നമുക്ക് 4 സെന്റ്, 4.5 സെന്റ്, 5 സെന്റ് ഇങ്ങനെ നമുക്ക് ലാൻഡിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടും നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനെ ബേസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള വില്ലകൾ വാങ്ങിക്കാവുന്നതാണ്. ഇതിനകത്തുള്ള വില്ലകൾ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസുകളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. എപ്പോഴായിരിക്കും ഞാൻ ഇതിനകത്ത് എത്ര സെന്റ് ലാൻഡ് ആണെന്നും ഇതിന്റെ പ്രൈസ് ഒക്കെ പറയുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക. ഇതിന്റെ സറൗണ്ടിങ് ഏരിയ ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാവുന്ന ഡൗട്ട് എന്ന് പറഞ്ഞത് ഒറിജിനൽ ലാൻഡ് ആണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഡോക്യുമെന്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഒറിജിനൽ പുരയിടം എന്ന് പറയുന്ന കാറ്റഗറി പുരയിടത്തിലാണ് ഈ കാണുന്ന ലാൻഡ് വീടുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. 2018 ഫ്ലഡ് പോലും നമുക്ക് ഒട്ടും എഫക്ട് ചെയ്യാത്ത ഒരു ഏരിയ ആണിത്. അതുപോലെ സാധാരണ മഴയത്ത് പോലും നമുക്കിവിടെ വെള്ളക്കെട്ട് ഉണ്ടാവാത്ത ഏരിയയാണ്. അതേസമയം നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന ഏരിയ കൂടിയാണിത്. എല്ലാ വില്ലകളും നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഒരു വീഡിയോ കണ്ടു. നമുക്ക് അതിനകത്ത് ഒരു വില്ല ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വില്ലയാണെന്ന് കാണാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു നമുക്ക് മതിലൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ വൈറ്റ് കളർ പെയിന്റിന് മിഡിൽ പോർഷനിലായിട്ട് ഒരു ബ്രിക്ക് ഡിസൈൻ വരുന്നുണ്ട്. അതിനകത്തെല്ലാം യെല്ലോ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിന്റെ ആ ഒരു ചെറിയ ഷീറ്റ് വർക്ക് മാത്രമാണ് നമുക്കിനി കംപ്ലീറ്റ് ചെയ്യാറുള്ളൂ. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കി വരുന്ന പോർഷൻ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ 2 പില്ലേഴ്സിൽ വന്നിട്ടാണെങ്കിലും ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 2 വലിയ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഒരു എലിവേഷൻ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ പെയിന്റ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനിടയ്ക്ക് ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് അകത്ത് നിന്ന് നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ നോക്കുവാണെങ്കിൽ ഒരു വലിയ ഒരു വിൻഡോ തന്നെ നിങ്ങൾക്ക് കാണാം. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ആ വിൻഡോ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടാണ് തോന്നുന്നത്. അതിനകത്തൊക്കെ നോക്കുവാണെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ വാർത്തു പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വിൻഡോ വളരെ ഭംഗിയായിട്ടാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിനി വീടിന്റെ അകത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന് കവേർഡ് ആയിട്ടുള്ള കാർപോർച്ചിലാണ്. കാർപോർച്ചിന്റെ മുകൾ ഭാഗത്തൊക്കെ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പില്ലർ വന്നിട്ട് ടെക്സ്ചർ വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഗ്രാസ് പിടിപ്പിക്കാനുള്ള വർക്ക് മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത്. ഞാൻ നിൽക്കുന്ന ഈ സ്പേസിൽ നമുക്കൊരു വലിയ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. അതുകൂടാതെ ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കൊരു ലെങ്തി ആയിട്ടുള്ള ഒരു ഏരിയ അവിടെ കിട്ടുന്നുണ്ട്. 2 കാറുകൾ വരെ അവിടെ പാർക്ക് ചെയ്യാം. ടോട്ടൽ 3 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിനകത്തേക്ക് കയറിയിട്ട് നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡ് പോർഷനൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെടികളൊക്കെ നടാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ ഇതുപോലെ കെട്ടിയിട്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ നമുക്കിനി മണ്ണ് ഫില്ല് ചെയ്ത് തരും. അപ്പൊ നമുക്ക് അവിടെ ഭംഗിയുള്ള പ്ലാന്റ്സ് ഒക്കെ വച്ചുപിടിപ്പിക്കാവുന്നതാണ്. വീടിന്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ നമുക്ക് നല്ല സ്പേസ് ആണ് കിട്ടുന്നത്. നല്ല വിഡ്ത്ത് വീടിന് ചുറ്റിനും വിട്ടിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ബാക്ക് സൈഡിലെ പോർഷനിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാം തന്നെ ബേബി മെറ്റലാണ് തിരിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പാസ് ചെയ്ത് വരുന്നത് ഏകദേശം കിച്ചണിന്റെ ആ ഒരു പോർഷനിലൂടെയൊക്കെയാണ്. നമുക്ക് ഇവിടെയൊക്കെ ആയിട്ടാണ് വർക്ക് ഏരിയ സ്പേസ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നത്. എല്ലാവർക്കും വർക്ക് ഏരിയ വേണമെന്നുണ്ടാവില്ല. ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ വർക്ക് ഏരിയ ചെയ്തെടുക്കാവുന്നതാണ്. അവിടെയായിട്ട് നിങ്ങൾക്ക് ഒരു കിണർ കാണാം. ഈ വീട്ടിലേക്കുള്ള വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കിണറുണ്ട്. അത് കൂടാതെ നമുക്ക് KWയുടെ വാട്ടറും കൂടിയാണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്.
ഇനി നമുക്ക് വീടിന് ഈ ഒരു റൈറ്റ് സൈഡ് പോർഷനിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ഇവിടുത്തെ വർക്കുകൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഏകദേശം വർക്കേഴ്സിനൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നത്. ഫൈനൽ ഫിനിഷിംഗും ഒരുപാട് വർക്കുകളൊന്നുമില്ല, കുറച്ച് ഫിറ്റിംഗ്സ് ചെയ്യാനും അതുപോലെ തന്നെ ഫൈനൽ ആയിട്ടുള്ള ഒരു ക്ലീനിങ് വർക്കുകൾ അങ്ങനത്തെയൊക്കെ മാത്രമാണ് ഇനി പെൻഡിങ് ഉള്ളത്. നമ്മൾ ആ ലെഫ്റ്റ് സൈഡ് കണ്ടതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് ഇതുപോലെ ചെടികളൊക്കെ നടാനായിട്ട് ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിഡ്ത്ത് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെയായിട്ട് നമ്മൾ ഓൾറെഡി കിണർ കണ്ടതാണ്. ഇനിയിപ്പോ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ലൊക്കേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാം, തേവയ്ക്കൽ ഭാഗത്ത് നമുക്ക് ഒരുപാട് എൻക്വയറിയാണ് വീടുകൾക്ക് വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ നിയർലി കംപ്ലീഷൻ ആയപ്പോൾ തന്നെ നമ്മൾ വീഡിയോ എടുക്കാനുള്ള മെയിൻ റീസണും അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഈ വീടുകൾ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയതാണ്. നമുക്കിവിടെ അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്ന പല വീടുകളും ഇവിടെയുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റിന് സ്യൂട്ടായ വീടുകളാണ്. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു അണ്ടർ കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ തീർച്ചയായിട്ടും പോസിബിൾ ആണ്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നമുക്കൊരു ചെറിയ സിറ്റ് ഔട്ട് ആണ് കിട്ടുന്നത്, എങ്കിൽ പോലും ഒരു 2 ചെയറുകൾ ഇടാനുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ നമുക്ക് ഈ മരങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഞ്ഞലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ വുഡൻ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. നമുക്ക് 2ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. നല്ല വീതിയുള്ള കട്ടിളപ്പടിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഡോറിന്റെ ദർശനം നോക്കുകയാണെങ്കിൽ പടിഞ്ഞാറേക്കാണ് വരുന്നത്. മെയിൻ ഡോർ ഫേസ് ചെയ്യുന്നത് വെസ്റ്റ് സൈഡിലേക്കാണ്. നമുക്കിനി ഇതിനകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ കാണുന്ന വീടിന്റെ ലിവിംഗ് സ്പേസിലാണ്. നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ആണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് ഇവിടെ വിൻഡോസ് കാണാം, കുറച്ച് വെറൈറ്റി ആയിട്ട് ഭംഗിയായിട്ടുള്ള വിൻഡോസ് ഒക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ നിൽക്കുന്ന ലിവിംഗ് സ്പേസ് നോക്കുവാണെങ്കിൽ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പല വീടുകൾക്ക് നമുക്കറിയാം, ഡബിൾ ഹൈറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന വീടുകളുടെ ഇന്റീരിയർ കാണാൻ തന്നെ നമുക്കൊരു നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ വീടുകളുടെ വർക്കുകളെല്ലാം നിയർലി കംപ്ലീഷൻ ആയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് തേവയ്ക്കൽ പോലുള്ള സ്ഥലത്ത് വീടുകൾ പെട്ടെന്ന് സെയിലായി പോകുന്നത് കൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് വർക്കുകൾ തീർന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വന്നിട്ട് വീഡിയോ നിങ്ങൾക്കായിട്ട് എടുത്തു കാണിക്കുന്നത്. അപ്പോൾ ഈ വിൻഡോസ് തന്നെ നോക്കിയാൽ കാണാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് ഭംഗിയായിട്ട് നല്ല സ്ട്രോങ് ആയ ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് താഴെ തുടങ്ങി മുകളിൽ വരെ വലിയ വിൻഡോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സേഫ്റ്റിക്കായിട്ട് അകത്തെല്ലാം തന്നെ നല്ല അയൺ ഗ്രിൽസ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോർ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം, ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡ്, ഒരു പ്രത്യേക ഷെയ്ഡിലുള്ള ഒരു ടൈല് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നീളത്തിലുള്ള ടൈലാണ്, കുറച്ച് ചെറിയൊരു ഡിസൈൻ ഒക്കെ വരുന്ന ടൈപ്പ് ഓഫ് ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിന് റൂഫിന്റെ നമ്മൾ ഒരു പോർഷൻ കണ്ടു ഒറ്റ സ്ട്രെച്ച് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ, ബാക്കി വരുന്ന പോർഷനിൽ നോക്കുവാണെങ്കിലും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് TV യൂണിറ്റ് കിട്ടുന്നത്. മൾട്ടിവുഡ് കൊണ്ട് വളരെ ഭംഗിയായിട്ട് ഓപ്പൺ ചെയ്യാവുന്നതും ക്ലോസ് ചെയ്യാവുന്നതുമായ ഷെൽഫ് ഹോൾ ഫെസിലിറ്റികളൊക്കെ കൊടുത്തിട്ടാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മുകളിലാണെങ്കിലും ചെറിയ രീതിയിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഡൈനിങ് സ്പേസ് കാണുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. നേരെ വരുമ്പോൾ നമുക്ക് ഇവിടെ വാഷ് ഏരിയ കാണാം. ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ വെക്കാനുള്ളത്. നമുക്കിനി ആ ഒരു എക്യുപ്മെന്റ് മാത്രം, വാഷ് ബേസിൻ മാത്രമാണ് ഇവിടെ വെക്കാനുള്ള വർക്കുകൾ പെയിന്റിംഗ് ഉള്ളൂ. ഇവിടെ വന്നിട്ട് ടോപ്പ് സ്ലാബ് വന്ന് ഗ്രാനൈറ്റിലും താഴെ നമുക്ക് വാർഡ്രോബ് ഫെസിലിറ്റികൾ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റികളൊക്കെ മൾട്ടിവുഡിൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന പോകുന്ന ഭാഗങ്ങളെല്ലാം തന്നെ കവേർഡ് ആണ്. നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെ വന്നിരിക്കുന്ന ഭാഗവും നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ആ ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. താഴത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഡോറുകളുടെ പാറ്റേൺ ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 11x10 ഫീറ്റ്, 11x10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് 3 വിൻഡോസും ഇവിടെ 2 വിൻഡോസും കിട്ടുന്നുണ്ട്. വിൻഡോസിന്റെ ഒക്കെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങൾ നോക്കിയാൽ കാണാം, മൾട്ടിവുഡ് കൊണ്ട് സേഫ് ആയിട്ടും ഭംഗിയായിട്ടും ഒക്കെയാണ് കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് വാർഡ്രോബ് കിട്ടുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അധികം കാണാത്ത നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിൽ തന്നെയാണ് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നത്. താഴെ വലിയ ഡ്രോസ് ആയിട്ടും അല്ലാതെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന 3 ഡോറുകളായിട്ടും ഒക്കെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെങ്കിലും അത്യാവശ്യത്തിന് മാത്രമുള്ള LED സ്ട്രിപ്പുകൾ കൊണ്ട് ബോർഡർ ലൈനുകൾ കൊടുത്തിട്ടുണ്ട്. വലിയ LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ നല്ല ഡിസൈനോട് കൂടിയ ടൈലുകളൊക്കെയാണ് വോളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലാണെങ്കിൽ നല്ല ഗ്രിപ്പോട് കൂടിയ ഒരു ബ്ലാക്ക് ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഇനിയിപ്പോൾ ഈ റൈറ്റ് സൈഡാണ് കാണേണ്ടത്. നമ്മൾ ഇവിടെ നിന്നാണ് നടന്നു വന്നത്. ലെഫ്റ്റ് സൈഡിലുള്ളതാണ് നമ്മൾ കണ്ടത്. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്.
അത്യാവശ്യത്തിന് വലിയൊരു ഡൈനിങ് ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 8 പേരെ വരെ നമുക്ക് ഇവിടെ ഇരുത്താൻ കഴിയുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. ഇവിടെയായിട്ട് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും കാണാം ഭംഗിയായിട്ടുള്ള വർക്കുകൾ, ഒത്തിരി വർക്കുകളും റൂഫിംഗ് വർക്കുകളും ചെയ്തിട്ടില്ല. നമുക്ക് നോക്കിയാൽ കാണാം ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പേരുടെ ചോയ്സ് ആണ് റൂഫിൽ ഇപ്പൊ ജിപ്സം കൊണ്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള വർക്കുകളൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് പറ്റിയ വീട് തന്നെയാണ്. കാരണം പലരുടെയും ഒരു കൺസേൺ എന്ന് പറയുന്നത് റൂഫിൽ ചെയ്യുന്ന വർക്കുകളുടെ ഇടയിൽ പൊടി പിടിച്ചു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അലർജിക് പ്രശ്നങ്ങളുണ്ട്, കുറെ കഴിയുമ്പോൾ റൂഫ് പൊടിഞ്ഞു പോകുന്നു, ഇങ്ങനെയുള്ള പല കംപ്ലൈന്റ്സ് ആണ് നമുക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും കിട്ടാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടും സ്യൂട്ടായ വീടാണ്. ഇവിടുത്തെ റൂഫുകളിലൊന്നും തന്നെ നമുക്ക് അധികമായിട്ട് വർക്കുകൾ ചെയ്തിട്ടില്ല, ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടൊരു ഷോ ലൈറ്റ് കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും കാണാം ഒരുപാട് വർക്കുകളൊന്നും ചെയ്യാതെ, റൂഫിംഗ് വർക്കുകൾ അധികം ചെയ്തിട്ടില്ല, ബട്ട് LED ലൈറ്റുകൾ കൊണ്ടുള്ള വർക്കുകൾ മാത്രമാണ് വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നാണ് കിച്ചൺ തുടങ്ങുന്നത്. കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ താഴെ ഒരു ബെഡ്റൂം കൂടി കാണാനുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ഇവിടെ താഴെ ഒരു ബെഡ്റൂമാണ് കണ്ടത്, ഇപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണാൻ പോകുന്നത്. ഡോറുകളുടെ ഒക്കെ പാറ്റേൺ വന്നിട്ട് സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14x11 14x11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു വാർഡ്രോബ് നോക്കുവാണെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് കളറിലുള്ള ഒരു മൈക്കയാണ് മൾട്ടിവുഡിന്റെ പുറത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ല PVC കോട്ടിങ്ങോട് കൂടിയിട്ട് ഗ്ലോസി ആയിട്ടുള്ള ടൈപ്പ് ആയിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫിലാണെന്നുണ്ടെങ്കിലും വർക്കുകൾ ഉണ്ട്, പക്ഷെ വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ തന്നെയുള്ള LED സ്ട്രിപ്പുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും തന്നെ നമുക്ക് ഷോ ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഭാഗത്താണ്. വർക്കുകൾ കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഫിറ്റിംഗ്സ് ഒക്കെ എല്ലായിടത്തും സെറയുടെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിനകത്ത് ചെറിയൊരു വൈറ്റ് കളർ വരുന്ന ഒരു ഷെയ്ഡുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂം നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിന്റെ ഫിറ്റിംഗ് മിഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചണിന്റെ എൻട്രൻസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം നമുക്കൊരു ക്രോക്കറി ഷെൽഫ് കൂടി അതിനോട് അറ്റാച്ച് ചെയ്ത് കിട്ടുന്നുണ്ട്. മൾട്ടിവുഡ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടാണ് കിച്ചണിന്റെ എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ ഒരു ടോപ്പ് പോർഷൻ, കൗണ്ടർ ടോപ്പ് പോർഷൻ കിട്ടുന്നുണ്ട്. അതുകൂടാതെ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാം ക്രോക്കറി ഷെൽഫ് മുകളിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഗ്ലാസ് ഫിറ്റിങ്ങുകൾ ചെയ്യാറുണ്ട് അതിനകത്ത് ഡോറുകളുടെ താഴെ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു സ്പേസ് കിച്ചണിൽ കിട്ടുന്നുണ്ട്. ഒരു 4 പേർക്കൊക്കെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് കിച്ചണിൽ കിട്ടുന്നത്. കിച്ചണിന്റെ ഈ ടോപ്പ് ടൈല് ടോപ്പ് കളറിലുള്ള ടോപ്പ് ഈ പോർഷൻ നോക്കുവാണെങ്കിൽ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈലാണ് വരുന്നത്. നമുക്ക് ഇവിടുത്തെ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ നമുക്ക് 2 ലെയറോളം കിട്ടുന്നുണ്ട്. താഴെയാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് വാർഡ്രോബുകൾക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഐറ്റംസ് ഒക്കെ സൂക്ഷിക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് വിൻഡോസ് വരുന്നത് ഇവിടെ 3 എണ്ണവും ഇവിടെ 2 എണ്ണവും ആയിട്ടാണ്. ഇവിടെ ആയിട്ടാണ് നമുക്ക് സിങ്ക് വരാനുള്ളത്. അതിന്റെ ഓൾറെഡി സിങ്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പൈപ്പ് കണക്ഷൻ മാത്രമാണ് ഇനി ചെയ്യാനുള്ളത്. കിച്ചന്റെ റൂഫ് നോക്കുവാണെങ്കിലും കാണാം LED സ്ട്രിപ്പുകളും വലിയ LED ലൈറ്റുകളും ഒക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടാണ് ഈവൻ കിച്ചന്റെ ആണെങ്കിൽ പോലും റൂഫ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്നുള്ള ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ വീടിന്റെ ചുറ്റിലും കണ്ടതാണ്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനുള്ള സ്പേസ് കിട്ടുന്നത്. നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്കാണ് വരുന്ന സമയത്ത് ഇവിടുത്തെ സ്റ്റെപ്പുകൾ നോക്കിയാൽ കാണാം ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് താഴെ തുടങ്ങി ഈ ഒരു പോർഷൻ വരെയാണ് ഈ ഒരു ഹാൻഡ് റെയിൽസ് കണ്ടിന്യൂ ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് വരുന്നത്. ഇത് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അകത്തൊക്കെ നോക്കിയാലും കാണാം സേഫ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാറുകൾ ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ വന്ന സമയത്ത് അവിടെ ഒരു വലിയ ഓപ്പണിംഗ് കാണാം. ടഫന്റെ ഗ്ലാസ് ഇട്ടത് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. നമുക്കൊരു വലിയ സ്പേസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഇവിടെ ആയിട്ടാണ് നമുക്ക് TV ഒക്കെ വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പവർ പ്ലഗും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് വർക്കുകളൂടെ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അപ്പം TV യൂണിറ്റിന്റെ വർക്കുകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ആ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അവിടെ നമുക്കൊരു ഹാൻഡ് റെയിൽസ് വരാനുള്ളതാണ്. അങ്ങനെയുള്ള കുറച്ച് വർക്കുകളൊക്കെയാണ് ഇനി കംപ്ലീറ്റ് ആവാനുള്ളത്. ഇതിന്റെ റൂഫിൽ നോക്കിയാലും കാണാം ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെയാണ് നമുക്ക് TV യൂണിറ്റ് വെക്കാൻ കഴിയുന്നത്. അതിന്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസും ആണ് കിട്ടുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്നിട്ട് നേരെ ഈ ഒരു ഭാഗത്തേക്കാണ് വന്നത്. നമുക്ക് ഈ ഒരു സൈഡിലുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകാം. നമുക്ക് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം കിട്ടുന്നത്. അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന്റെ ഒരു സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
14x11 14-11 ഫീറ്റ് സൈസിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ കണ്ട സെയിം വാർഡ്രോബ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. സെയിം ഡിസൈനിൽ തന്നെ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കിയാലും ആവശ്യത്തിനുള്ള റൂഫിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ഒരു ബാത്റൂം നല്ല ലെങ്തി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ ഷെയ്ഡിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഒരു ഹാളിലേക്ക് വരുവാണ്. അതിന് തൊട്ടടുത്തായിട്ട് നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കോൺക്രീറ്റിൽ തന്നെ ഒരു റൂം ആയിട്ട് തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അത്യാവശ്യം ഒരാൾക്ക് കിടക്കാനുള്ള ബെഡ് ഇടാനുള്ള ഒരു കോട്ട് ഇടാനുള്ള സ്പേസ് കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പൈപ്പും അതുപോലെ വേസ്റ്റ് വാട്ടർ പോകാൻ ലൈനൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇതിന്റെ ഒരു റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മറ്റൊന്ന് നമുക്ക് കാണാൻ അതിന്റെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. റെഡിമെയ്ഡ് സ്റ്റെയർ കേസ് ആണ് അവിടെ വെച്ചിരിക്കുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ്. അതുവേ പറഞ്ഞിരുന്നു ഇത് 4 ബെഡ്റൂം ഉള്ള ഒരു വീടാണ്. 4ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് കയറി വന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് ഭാഗങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. നേരെ ഇവിടുന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഇത് അത്യാവശ്യത്തിനൊരു ചെറിയ ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 11x10 ഫീറ്റ് 11-10 ഫീറ്റ് ആണ് ഇതിന്റെ സൈസ് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് നോക്കുവാണെങ്കിലും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽ ഒക്കെ സെയിം തന്നെയാണ്, പക്ഷെ ഡിസൈനിലൊക്കെ കുറച്ച് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെയാണെന്നുണ്ടെങ്കിലും റൂഫിൽ നോക്കിയാൽ കാണാം ഷോ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. കുറച്ച് ഡാർക്ക് ഗ്രേ ഷെയ്ഡിൽ കുറച്ച് ലൈൻസ് ഒക്കെ വരുന്ന ടൈപ്പ് ഓഫ് ടൈലാണ് വോളിൽ കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിൽ വന്നിട്ടൊരു ബ്ലാക്ക് ടൈലും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടുത്തെ എല്ലാ ബാത്റൂമുകളും തന്നെ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഒരു ഹാളിലാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടെ ബാൽക്കണി കിട്ടുന്നത്. ബാൽക്കണി നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു റൂമിന്റെ അത്ര സൈസിലൊരു വലിയ ബാൽക്കണി ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കതിന് ഹാൻഡ് റെയിൽസ് പിടിപ്പിക്കാനുള്ള വർക്ക് മാത്രമാണ് ഇനി പെൻഡിങ് ആയിട്ടുള്ളത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും കാണാം അത്യാവശ്യത്തിന് കുറച്ച് LED ലൈറ്റുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നമുക്ക് എല്ലാ വില്ലകളും ഏകദേശം ഒരു വില്ല മാത്രമാണ് ഇവിടെ സെയിലായത്. ബാക്കി എല്ലാ വില്ലകളുടെയും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീടുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വിളിക്കുക. നമുക്കിനി വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് തേവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് ബസ് റൂട്ടിൽ നിന്നും വെറും 400-450 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഏരിയയിൽ ഒറിജിനൽ പുരയിടം എന്ന് പറയുന്ന കാറ്റഗറികളിലാണ് ഈ കാണുന്ന വീടുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്ക് 2018 ഫ്ലഡ് വന്ന സമയത്ത് പോലും ഇവിടെ ഒന്നും വെള്ളം വന്നിട്ടില്ല. നോർമൽ മഴയത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം ഈ ഭാഗങ്ങളിലൊന്നും വെള്ളക്കെട്ടില്ലാത്ത സ്ഥലങ്ങളാണ്. അതുപോലെ നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന ഏരിയ കൂടിയാണ്. ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് പല കാറ്റഗറികളിലും പ്രൈസ് കാറ്റഗറികളിലും ലാൻഡ് അളവുകളിലുമുള്ള വീടുകളാണ് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും കുറഞ്ഞ വീടുകൾ വേണമെങ്കിൽ അത് സ്വന്തമാക്കാം, കൂടിയ വില്ലകൾ വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഓരോരുത്തർക്ക് ലാൻഡിന്റെ അളവും റേറ്റും ഒക്കെ വരുന്നത് ഡിഫറെന്റ്, നമ്മളെ ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ആണ്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള വീടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് തീർച്ചയായിട്ടും ഇവിടെ ഒരു ചാൻസ് ഉണ്ട്. ഏകദേശം നമുക്ക് 85 ലക്ഷം തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന വീടുകളാണ് ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇന്ന് നമ്മൾ പരിചയപ്പെട്ട വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത് 4.6 സെന്റ് ആണ്. 4.6 സെന്റിൽ 2200 സ്ക്വയർ ഫീറ്റില് 2200 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളാണ് വരുന്നത്. നമുക്ക് 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന വീടിന് ഉദ്ദേശിക്കുന്ന വില നോക്കുകയാണെങ്കിൽ 1,10 ലക്ഷം രൂപയാണ്. 1.10 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഇനിയിപ്പോൾ ഈ ഒരു 4.6 സെന്റ് പോരാ, ഒരു 5 സെന്റ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ അതിനും ഒരു ചോയ്സ് ഇവിടെയുണ്ട്. മറ്റൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. 5 സെന്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമിന്റെ ഒരു വീടിന് 1.20 ആണ് ചോദിക്കുന്നത്. കുറച്ചും കൂടെ കുറഞ്ഞ ലാൻഡുകൾ 4 സെന്റ് അത് ഒരു 3.25 സെന്റ് അങ്ങനെയൊക്കെ വേണമെന്നുള്ളവർക്കാണെങ്കിൽ 85-നും 98-നും ഒക്കെ ഇടയ്ക്ക് പല പ്രൈസ് കാറ്റഗറികളിലുള്ള ഒരുപാട് വില്ലകളുടെ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
നമുക്ക് ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചോയ്സും കൂടെ നമുക്ക് അതിനകത്ത് മിക്സ് ചെയ്തിട്ട് ഇന്റീരിയറൊക്കെ പല കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. അങ്ങനെ താല്പര്യമുള്ളവർക്കാണെങ്കിലും തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന വീടുകളിൽ ഏത് സ്വന്തമാക്കണമെങ്കിലും മാർബിൾ ഹോംസിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കുക. വിത്ത് ലോൺ ഫെസിലിറ്റിയോട് കൂടിയിട്ട് ഈ കാണുന്ന വീടുകൾ സ്വന്തമാക്കാനായിട്ട് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ കാണുന്ന വീടുകൾ ഏതെങ്കിലും സ്വന്തമാക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള പല ബഡ്ജറ്റിലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.